ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസി ജി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിൻ്റെ മാവ് എങ്ങനെ നല്ല പഞ്ഞി പോലെ, എങ്ങനെ നല്ല സോപ്പിൻ പത പോലെ പതഞ്ഞു വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1-2 ടിപ്പ് പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 500 ഗ്രാം പൊടിയരിയാണ് എടുത്തേക്കുന്നത്. വെളുത്ത അരി, അത് കഴുകി 8 മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഒരു തേങ്ങ ചിരവിയത് ചേർക്കുന്നുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെന്ത ചോറ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് ചേർത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സ് ചെയ്തത് 2 തവണയായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ രണ്ടാമത്തെ ടിപ്പ്, 1/4 കപ്പ് വെള്ളവും ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാണ് ഇതിനകത്തിലോട്ട് ചേർക്കുന്നത്. ഇങ്ങനെ തണുപ്പിച്ച് ചേർക്കുമ്പോൾ നമുക്കിവിടെ ഫെർമെൻറ്റേഷൻ ശരിയായിട്ട് കിട്ടും. ആദ്യത്തേത് അരച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തേതും അതേ അളവിൽ അരച്ച് നമ്മളിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇപ്പോൾ രാത്രി 10 മണിയായിട്ടുണ്ട്. രാവിലെ അടച്ചു വെച്ചിട്ട് രാവിലെ 6 മണിക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ രാവിലെ 6 മണിയായി. അപ്പോൾ കണ്ടില്ലേ, ഫെർമെൻറ്റേഷൻ നല്ല രീതിയിൽ ശരിയായി കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഇതെല്ലാം പൊന്തി വന്നത് ഒന്നിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമായ 1/4 ടീസ്പൂൺ ഉപ്പിട്ട് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1/2 മണിക്കൂർ ഇതിനെ അടച്ചു വെച്ച് കൊടുക്കണം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കിയപ്പോൾ കണ്ടില്ലേ, നല്ല സോപ്പിൻ പത പോലെ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടില്ലേ, ഇതിനകത്ത് നമുക്ക് പാലപ്പം ഉണ്ടാക്കാൻ പറ്റും. ശകലം കൂടെ വെള്ളം ചേർത്തിട്ട് 1/2 മണിക്കൂർ വെച്ചിട്ട് ഉണ്ടാക്കിയാലും നമുക്കിത് പാലപ്പം ഉണ്ടാക്കാൻ പറ്റും, വെള്ളയപ്പവും ഉണ്ടാക്കാൻ പറ്റും. വെള്ളയപ്പത്തിന് കുറച്ച് വെള്ളം മതി. അതാണ് നല്ല കട്ടിയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഞാനിത് പല പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിതിനെ എല്ലാം ഒന്ന് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തേക്കുന്നത്. ഇത് തനിയെ ഇളകി വരും. നോൺ സ്റ്റിക്ക് പാനിൽ എണ്ണ ചേർക്കുന്നില്ല, എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. അത് തനിയെ ഇളകി വന്നുകൊള്ളും. അപ്പോൾ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം. ഇത് കടൽക്കറിയുടെ കൂടെയും ചിക്കൻ സ്റ്റൂവിൻ്റെ കൂടെയും മുട്ടക്കറിയുടെ കൂടെയൊക്കെ ആണ് നമ്മൾ സാധാരണ കഴിച്ചു വരുന്നത്. ഇന്ന് ഞാനിവിടെ മുട്ടക്കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മളിവിടെ ഉണ്ടാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും മറക്കരുത്. വേറൊരു വീഡിയോയുമായിട്ട് വരും വരെ ബൈ.